ഏകീകൃത കുർബാന വിഷയത്തിൽ സീറോ മലബാർ സഭയിലെ വൈദികർക്കും വിശ്വാസികൾക്കും അന്തിമ നിർദ്ദേശങ്ങളുമായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയുമായ മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി സർക്കുലർ പുറപ്പെടുവിച്ചു. ജൂലൈ 3-ന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടുമെന്നും അങ്ങനെയുള്ള വൈദികർ 2024 ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് വിലക്കപ്പെടുമെന്നും ആ വൈദികർ പരികർമ്മം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കുമെന്നും ഏകീകൃത രീതിയിലല്ലാത്ത കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല എന്നും സർക്കുലറിൽ പറയുന്നു. 2024 മെയ് 13-ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുമായും മെയ് 15-ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പെരോളിനും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേർന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്ത ശേഷം സഭയുടെ ഉന്നത അധികാരികൾ യോഗത്തിലെടുത്ത വ്യക്തമായ തീരുമാനങ്ങളും സർക്കുലറിൽ അറിയിക്കുന്നു. തീരുമാനങ്ങൾ ഇവയാണ്: സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ 2 തവണ കത്തുകളിലൂടെയും 1 തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാനയർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസ പ്രമാണം കഴിയുന്നതുവരെ വചനവേദിയിൽ ജനാഭിമുഖമായും അനാഫറഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും കാർമ്മികൻ നിർവഹിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രൂപം. പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻ സിനഡിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിഖരിക്കുന്നത് ശീശ്മയിലേക്ക് വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും. അതിനാൽ 2021 നവംബർ 28 പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നതായി സർക്കുലറിൽ പറയുന്നു. ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ 3-ന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത ഔദ്യോഗികമായി അറിയിക്കുന്നതായി സർക്കുലറിൽ പരാമർശമുണ്ട്. ഈ വൈദികർക്ക് 2024 ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ്. ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന അതിരൂപത വൈദികർ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനത്തോടുള്ള അനുസരണവും അതിനുള്ള സന്നദ്ധതയും വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലം 2024 ജൂലൈ 3 മുൻപായി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകേണ്ടതാണ്. പ്രസ്തുത സത്യവാങ്മൂലം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാത്തവർക്കും കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ്. 2024 ജൂലൈ 3-ന് ശേഷം ഏകീകൃത രീതിയിലല്ലാതെ ഏതെങ്കിലും വൈദികൻ സീറോ മലബാർ കുർബാനക്രമം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പ്രസ്തുത കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റു തിരുക്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് എല്ലാ സീറോ മലബാർ സഭാംഗങ്ങളോടും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവരോടും ആവശ്യപ്പെടുന്നതായി സർക്കുലറിൽ വ്യക്തമാക്കുന്നു. മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരും സഭയിൽ നിന്ന് ബഹിഷ്കൃതരുമായ വൈദികർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല എന്ന കാര്യവും സർക്കുലറിലൂടെ വിശ്വാസികളെ അറിയിക്കുന്നുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ നിന്ന് സഭ വിലക്കുന്ന വൈദികർ പരികർമ്മം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കും. രൂപതാ മെത്രാന്റെ അംഗീകാരമില്ലാത്ത വൈദികർക്ക് ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണനിർവഹണം നടത്താനോ അവയെ നിയമാനുസൃതം പ്രതിനിധീകരിക്കാനോ സാധിക്കുന്നതല്ല. ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത രേഖാമൂലം അറിയിക്കുന്നതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് ശംശാന പട്ടമോ പുരോഹിത പട്ടമോ നൽകുന്നതല്ല. ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം വന്നതു മുതൽ അനുസരണയോടെ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുന്ന സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നതായും അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ അതിരൂപത മുഴുവൻ നിലനിൽക്കുന്നതിനു വേണ്ടി അതിരൂപതയിലെ വിശ്വാസി സമൂഹം ജാഗ്രതയോടെയും വിശ്വാസ തീക്ഷ്ണതയോടെയും വർദ്ധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതായും സർക്കുലറിൽ പറയുന്നുണ്ട്. അതിരൂപതയുടെ മഹിതമായ പാരമ്പര്യം പിഞ്ചെന്ന സഭാധികാരികളെ അനുസരിച്ച് കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്ത സഭാമക്കളായി എന്നും തുടരാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും കേവലം മാനുഷികമായ ചിന്തയും യുക്തിയും മാറ്റിവെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം തേടാനും തിരുഹൃദയ ചൈതന്യത്തിൽ ജീവിക്കാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന വാക്കുകളോടെയാണ് സർക്കുലർ അവസാനിക്കുന്നത്.